ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാനുമയെ സോപ്പിട്ട് സുശീല അനുപമയുടെ അടുത്ത നീക്കം അറിയാൻ വേണ്ടി സ്നേഹത്തോടെയും സഹതാപത്തോടെയും കൂടി സംസാരിക്കാട്ടോ. എന്നിട്ട് ഭാനുമയ്ക്ക് ചായ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഭാനുമയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞാനിപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് പറഞ്ഞപ്പോൾ ഭാനുമ പറയുകയാണ്, നീ തന്നെയല്ലേ സുശീലെ ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചത്? ഇന്ദ്രനും അനുപമയും സന്തോഷത്തോടു കൂടി ആ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നില്ലേ? നീയല്ലേ അവിടേക്ക് പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ. അപ്പോൾ സുശീല പറയണേ, ഞാൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് ഭാനുമേ? ഞാൻ ഇന്ദ്രൻ അവിടെ ഇല്ല എന്ന് കണ്ടപ്പോൾ അവരോട് സ്നേഹത്തോടു കൂടി അനുപമയോടും അവളുടെ അനിയത്തിയോടും 2 ദിവസം അവർക്ക് സ്നേഹത്തോടെ വെച്ചു വിളമ്പി ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. 3-ാം ദിവസം എന്നെ കാണാൻ വേണ്ടി ഹർഷ വന്നു. ദേഷ്യത്തിന് അനുപമ എന്നെ അടിക്കുകയല്ലേ ചെയ്തത് എന്ന് പറയുമ്പോൾ ഭാനുമ്മ പറയാണ്, സുശീലെ എല്ലാ സത്യവും അറിയുന്ന എന്നോട് തന്നെ നീ ഇത് പറയണോ എന്ന് ചോദിക്കുമ്പോൾ, അത് ശരി, നിങ്ങൾ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാനാണോ ഇവിടേക്ക് വന്നത്? ഞാൻ ആരെയും ന്യായീകരിക്കാനൊന്നും വന്നതല്ല. എല്ലാ സത്യവും അറിയാവുന്ന എനിക്ക് പിന്നെ എന്തിനാണ് മറച്ചു വെക്കേണ്ടത്? ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീലയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. എന്നിട്ട് സുശീല പറയണേ, ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാലേ ശരിയാവില്ല. നിങ്ങളെ അവളെയും താങ്ങിയിട്ടേ ആ വീട്ടിൽ തന്നെ നിന്നോളി, എനിക്ക് നിങ്ങളെ കാണണമെന്ന് പോലുമില്ല എന്ന് സുശീല പറയുമ്പോൾ ഭാനുമ്മ പറയണേ, അപ്പോൾ നീ തന്നെയല്ലേ നിന്റെ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം നീ എന്നോട് തൊട്ടു മുന്നേ പറഞ്ഞത്? അതൊക്കെ വെറും അഭിനയമായിരുന്നുല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അനുപമയെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ നിങ്ങളുടെ സഹായം കിട്ടുമോ എന്ന് നോക്കാനായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒരു സഹായവും കിട്ടില്ല എന്ന് മനസ്സിലായി. ഇന്ന് ഇല്ലാത്ത തള്ള ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മണത്തറിയാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് അത് അവൾക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ? നീ മുറ്റത്ത് കാല് കുത്തിയേക്കത്, ഇറങ്ങി പൊയ്ക്കൊള്ളണം എന്നും പറഞ്ഞ് ഭാനുമ്മക്ക് കൊടുത്ത ചായ പോലും സുശീല എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അതോടുകൂടി ഭാനുമ്മയ്ക്ക് സുശീലയുടെ യഥാർത്ഥ സ്വഭാവം പിന്നെയും കാണാൻ കഴിയുകയാണ്. പിന്നീട് ഭാനുമ്മ ഇറങ്ങി പോവാൻ നേരത്ത് സുശീലയോട് പറയുകയാണ്, ഇനിയെങ്കിലും അമ്മയും മോനും നിലക്ക് നിന്നോ, വെറുതെ അനുപമയോട് വെല്ലുവിളിക്കാനും അവളോട് കോർക്കാനും നിൽക്കണ്ട. അവസാനം അമ്മയും മോനും തോറ്റു പോവുകയും നാണം കെടുകയും മാത്രമാണ് ഉണ്ടാവുക എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഭാനുമ്മ പോകുന്നത്. അങ്ങനെ ഭാനുമ്മ പോയി കഴിഞ്ഞ ശേഷം സുശീല മനസ്സിൽ സ്വയം പറയുകയാണ്, ഇന്ദ്രൻ തോറ്റാലും ഒരിക്കലും ഇന്ദ്രനും അനുപമയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ വാശിയോടുകൂടി സുശീല സ്വയം പറയുകയാണ്. പിന്നീട് ഇന്ദ്രൻ കടയിലിരുന്ന് ഓരോ കണക്കുകളും കാര്യങ്ങളും എഴുതുകയാണ്. കണ്ണനാണെങ്കിലോ ലോഡുകളൊക്കെ ഇറക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നമുക്ക് ലോഡുകൾ എത്താറായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അടുത്ത ആഴ്ച എന്തായാലും ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് അനുപമ വരുന്നത്. അപ്പോൾ അനുപമയെ കണ്ടതോടുകൂടി ഇന്ദ്രൻ ഒരു മൈൻഡും ചെയ്യാതെ സംസാരിക്കുകയാണ് കേട്ടോ. ജാടയോടുകൂടി സംസാരിക്കുകയാണ്. അപ്പോൾ കണ്ണനോട് അനുപമ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. നിന്റെ അമ്മയ്ക്ക് സുഖമല്ലേ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ കണ്ണൻ പറയുകയാണ്, ദാ ഇന്ദ്രേട്ട ചേച്ചി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇന്ദ്രൻ ജാടയോട് കൂടി ഫോണിൽ സംസാരിക്കുമ്പോൾ അനുവിനെ അർത്ഥം വെച്ചിട്ട് പറയുകയാണ്, ആ നിങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ്, ഒന്ന് താഴ്ന്നു കൊടുത്തപ്പോൾ തലയിൽ കയറി ചവിട്ടാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനുവിനോട് എന്ത് വേണം എന്നങ്ങ് ജാടയോട് കൂടി ഇന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അനു പറയുകയാണ്, ഞാൻ എൻ്റെ ഷോപ്പൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ഷോപ്പിൽ കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അത് കേട്ടതോടുകൂടി ഇന്ദ്രൻ പറയുകയാണ്, ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അനു പറയണേ, എന്ത് പ്രശ്നമുണ്ടാക്കാൻ? ഞാനതിന് പ്രശ്നമുണ്ടാക്കാനുള്ള ആളുകളെ കൂട്ടിയിട്ടൊന്നുമല്ലല്ലോ വന്നത്. ഇതിന് കൊടുക്കുന്ന സ്ഥാപനമായാലും വീടാണെങ്കിലും ഒരാഴ്ച മുന്നേ അവർക്ക് നോട്ടീസ് കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഒരു 10 ദിവസത്തെ ടൈം തരാം, അതിനുള്ളിൽ ഈ ഷോപ്പ് എനിക്ക് തിരിച്ചു തരണം, അതിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്നും പോവണം എന്ന് പറയട്ടോ. കേട്ടപ്പോഴത്തേനും ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വന്ന് എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഇവിടെ നിന്ന് അഭിനയിക്കാതെ പോടി എന്ന് പറയട്ടോ. അപ്പൊ കണ്ണൻ പറയണേ, എന്താ ഇന്ദ്രേട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അനുചേച്ചി ഒരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ കണ്ണന്റെ നെടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയുകയാണ്, നീ നിന്റെ കാര്യം നോക്കടാ, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് കണ്ണനെയും ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനുവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അനു പറയാണ്, അധികാരം സ്ഥാപിക്കാനല്ല, അവകാശപ്പെട്ടത് തിരിച്ചു പിടിക്കാനാണ് വന്നത്. കേട്ടതോടുകൂടി ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഇന്ദ്രൻ പറയുകയാണ്, ഈ ഇന്ദ്രന്റെ വിയർപ്പാണ് ഈ കട, ഇവിടെ നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അനു പറയണേ, എടി പൊടി എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലൊന്നും ഈ അനുപമ ഇനി പേടിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ നിന്ന് ബഹളം വെച്ച് നാറാൻ പോകുന്നത് ആരാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ സ്ഥാപനം നോക്കി നടത്താൻ ഞാൻ തീരുമാനിച്ചത്. ഒരു 10 ദിവസത്തെ കാലാവധി
തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ കട ഒഴിഞ്ഞു തരാണെങ്കിൽ ഇത്രയും നന്ന് എന്ന് പറയട്ടെ. അപ്പം ഇന്ദ്രൻ പറയാൻ, നീ എന്നോട് പക തീർക്കാൻ വേണ്ടി വന്നതാണല്ലേ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം, ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ വരും, ബാക്കി സംസാരിക്കാം എന്നും പറഞ്ഞ് അനു നല്ല ധൈര്യത്തോടു കൂടിയും തൻ്റെ ഇടത്തോടു കൂടിയും ഇറങ്ങി പോവുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്ദ്രന് നിക്കക്കള്ളി ഇല്ലാതാവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്ദ്രൻ നിൽക്കുന്നത്. എന്നിട്ട് ഇന്ദ്രൻ നേരെ ദാസാറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. കണ്ണൻ ഇന്ദ്രനെ ഉപദേശിക്കുകയാണ്, അനുചേച്ചി നല്ല കലിപ്പിലാണല്ലോ ഇന്ദ്രേട്ട, എങ്ങനെയെങ്കിലും രമ്യതയിൽ പോവാൻ നോക്ക്, അല്ല എന്നുണ്ടെങ്കിൽ ഈ കട തന്നെ നമുക്ക് കൈവിട്ട് പോവും, ഇന്ന് നിയമം സ്ത്രീകളുടെ ഭാഗത്താണ് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറയാണ്. എന്നിട്ട് കണ്ണനോട് പറയണേ, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്, നീ ഈ കട ഒന്ന് നോക്കണേ, ഇപ്പം ഇവിടെ ഈ നടന്ന സംഭവം നീ ആരോടും പറയരുത്, നീ മാത്രം മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് കണ്ണനോട് കട നോക്കാൻ വേണ്ടി പറഞ്ഞ് ദാസാറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് ദാസാറിൻ്റെ വീട്ടിലേക്ക് ലതികയും അമ്മാവനും കൂടി ചീരുവിനെ കാണാൻ വേണ്ടി വരികയാണ്. ആ സമയം ദാസാറ് ഇന്ദ്രനെ കാണാൻ വേണ്ടി പുറത്തിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ദാസാറ് പറയണേ, ചീരു അകത്തുണ്ട്, നിങ്ങൾ സംസാരിക്കുക, ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് ദാസാറ് കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ചീരുവിൻ്റെ അടുത്തേക്ക് ലതിക വരികയാണ് കേട്ടോ. അപ്പോൾ ചീരു പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവരെ കാണുമ്പോൾ അമ്മയും അമ്മാവനും ഒട്ടും പ്രതീക്ഷിച്ചില്ലോ, എന്താ ഇവിടേക്കായിട്ട് തന്നെ വന്നതാണ്, നിങ്ങൾ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഈ വീട് എവിടെയാണുള്ളത് എന്നൊക്കെ അറിയുന്ന ഒരാൾ വീട്ടിലുണ്ടല്ലോ, അയാൾ പറഞ്ഞു തന്നതാണ് എന്ന് വിനയനെ കുറിച്ച് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചീരു അവർക്ക് ചായ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ലതിക പറയാണ്, വേണ്ട, മോളെ കാണാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ എല്ലാ മാസവും ഇവിടുത്തെ അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ വേണ്ടി വരാറുണ്ട് മക്കളുടെ പേരിൽ എന്ന് പറയാണ്. അപ്പോൾ ചീരു പറയണം, നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ലതികയെയും അമ്മാവനെയും അവിടെ ഇരുത്തി ചീരു ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം പ്രതിഭ അച്ഛനോടും അമ്മയോടും സത്യൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. പ്രതിഭയുടെ മനസ്സിൽ സത്യനോടുള്ള സംശയങ്ങൾ തോന്നി തുടങ്ങുകയാണ്. ഇന്ദുവും സത്യേട്ടനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പ്രതിഭയുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ പ്രതിഭ പറയുകയാണ്, ഇന്ദുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, രാഹുലുമായിട്ട് ഉടനെ തന്നെ ഡിവോഴ്സ് ആവുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പ്രതിഭയോട് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, സത്യേട്ടനെ വിളിച്ച് ഇന്ദു പറയുന്നതാണ്, എന്തിനാണ് ഇപ്പോൾ സത്യേട്ടനെ ഇന്ദു വിളിക്കാൻ എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അതൊന്നും എനിക്കറിയില്ല, കൂടുതലൊന്നും വിവരങ്ങളൊന്നും അറിയില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സത്യേട്ടൻ എന്നോട് പറഞ്ഞത്. അന്ന് സത്യേട്ടൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം മുടക്കാൻ അച്ഛനായിട്ടാണോ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോളെ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല, സത്യൻ്റെ തീരുമാനം തന്നെയായിരുന്നു ഇന്ദുവിൻ്റെ കല്യാണത്തിൽ നിന്നും പിന്മാറിയതും നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതും എല്ലാം സത്യൻ്റെ തീരുമാനമായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രതിഭയുടെ അമ്മയ്ക്കൊക്കെ ഒരു ചെറിയ പേടി വരികയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷൻ വരികയാണ്, എൻ്റെ മോളുടെ ജീവിതം തകരുമോ എന്നൊക്കെ ടെൻഷനായിട്ട് അവർ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പ്രതിഭയോട് പറയണേ, എന്തായാലും ഇവിടെ കുഞ്ഞമ്മയുള്ളതാണ്, അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് കുഞ്ഞമ്മ വരികയാണ്. അപ്പോൾ പ്രതിഭയോട് ചോദിക്കുകയാണ്, എന്താണ് സുശീല നിന്നെ അവിടെ ഇരുത്തി പൊറുപ്പിക്കാൻ സമ്മതിക്കുന്നില്ലേ, അവളുടെ സ്വഭാവം അങ്ങനെയാണ്, അത്രയ്ക്ക് അഹങ്കാരമുള്ളവളാണ്, പിന്നെ തീരെ നന്ദിയുമില്ലാത്തവളാണ് എന്ന് പറയുമ്പോൾ പ്രതിഭയ്ക്ക് കുഞ്ഞമ്മ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം മനസ്സിലാവുകയാണ്. സുശീലയോട് അന്ന് പൈസ ചോദിച്ച സമയത്ത് കൊടുക്കാത്തതിനുള്ള ദേഷ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രതിഭ പറയണ, അല്ല അമ്മയോട് നല്ല സ്നേഹത്തിലായിരുന്നല്ലോ കുഞ്ഞമ്മ, ഇപ്പം എന്താ പെട്ടെന്ന് അമ്മയെ ദേഷ്യപ്പെട്ട് അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവളെന്നോട് കല്യാണത്തിന് വിളിച്ച സമയത്ത് ഞാൻ അവൾക്ക് ഒരു ബലമായി നിന്നു എന്നേ ഉള്ളൂ, പക്ഷെ അവൾ ഒരു നന്ദിയില്ലാത്ത കൂട്ടമാണ് എന്ന് പറയട്ടോ. പ്രതിഭ പറയണേ, കുഞ്ഞമ്മയ്ക്ക് അന്ന് പൈസ ചോദിച്ച സമയത്ത് അമ്മ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. പ്രതിഭ പറയണേ, അവിടേക്ക് കുഞ്ഞമ്മയുടെ ചെറുമകൻ വന്നിരുന്നു, ആ മുരുകൻ വന്നിരുന്നു, എന്നിട്ട് അമ്മയുമായിട്ട് കുറേ നേരം സംസാരിച്ചിട്ടാണ് പോയത് എന്നും പറഞ്ഞ് പ്രതിഭ പോകുമ്പോൾ കുഞ്ഞമ്മലക്കും കൈ കൊടുത്ത് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഈ ചെറുക്കനെ കൊണ്ട് എനിക്ക് മനസമാധാനത്തോടു കൂടി എവിടെ പോയാലും ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇവൻ എന്നെ കൊണ്ട് തന്നെയാണ് പോവുകയുള്ളൂ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് കുഞ്ഞമ്മ സ്വയം പറഞ്ഞ ശേഷം അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് ഇരുന്നുകൊണ്ട് പോവുകയാണ്. പിന്നീട് ദാസാറിൻ്റെ അടുത്തേക്ക് ഇന്ദ്രൻ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അനു ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ദാസാറ് പറയുകയാണ്, അനുപമ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, നിന്റെ സ്വഭാവം മനസ്സിലായത് കൊണ്ട് തന്നെയാണ് നിന്റെ പേരിൽ അന്ന് ഞാൻ കട രജിസ്റ്റർ ചെയ്യാതിരുന്നത്, അനുപമയുടെ പേരിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവളുടെ പേരിൽ കട എഴുതിയത് എന്ന് പറയട്ടോ. അപ്പോൾ ദാസാറിനോട് ഇന്ദ്രൻ പറയണേ, ഞാൻ സാറിന് 25 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം, ആ
കട എനിക്ക് തന്നെ തിരിച്ചു തരുമോ, എൻ്റെ ജീവിത മാർഗമാണ് എന്ന് പറയുമ്പോൾ ദാസാർ പറയണ അതിന് എൻ്റെ പേരിലല്ലല്ലോ ആ കട ഉള്ളത്, അനുപമയുടെ പേരിലല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന സമയത്ത് ഇന്ദ്രനാകെ അങ്ങ് നിരാശപ്പെട്ട് ദേഷ്യത്തോടു കൂടി അനുപമേനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാസാറിന് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് അനുപമയുടെ പേരിലുള്ള കടയല്ലേ എന്ന് പറയട്ടോ. അങ്ങനെ നിരാശയോടുകൂടി ഇന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇന്ദ്രൻ സുശീലയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഒരാഴ്ചത്തെ സമയമാണ് അനു എനിക്ക് തന്നിട്ടുള്ളത്, ആ കടയിൽ നിന്നും ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ജീവിത മാർഗമാണ് അമ്മേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ സുശീലക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് സുശീല പറയാണ്, അനു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ആ രവിയാണ്, അവനെ വെറുതെ വിടരുത്, അവനെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം, അതും ഹർഷയെ കൊണ്ട് തന്നെ ഇറക്കി വിടണം, ഹർഷയുടെ പേരിലാണല്ലോ ആ വീടുള്ളത്, അതുകൊണ്ട് രവിക്ക് അവിടെ നിന്നും ഇറങ്ങേണ്ടി വരും, വാ നമുക്ക് ഇപ്പോൾ തന്നെ ഹർഷയുടെ കാണാൻ വേണ്ടി പോവാം, ഇതിനൊക്കെ കാരണക്കാരൻ ആ രവിയാണ്, അവന് മനസ്സമാധാനം കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഇന്ദ്രനെയും കൂട്ടി സുശീല നേരെ ഹർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം രവിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒരു വഴിക്ക് പോവാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും കൂടി സ്കൂട്ടിയിൽ വരുന്നത് കാണുന്നത്. അപ്പോൾ രവി പറയണ, ദാ വന്നല്ലോ, നിന്നെ കാണാനുള്ളവർ വന്നല്ലോ എന്ന് ഒരു കുത്തും മുനയും വെച്ച് പറയുകയാണ്. അപ്പോൾ ഹർഷ പറയണ, എന്നെ കാണാൻ വരുന്നവരോട് മോശമായി രവിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറയട്ടോ. അപ്പോൾ രവി പറയാണ് ഹർഷയോട്, ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലായിരിക്കും, ഞാൻ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് ഏറ്റവും ഇഷ്ടം, ഇന്നിപ്പോൾ ഈ വീട്ടിൽ ആർക്കെതിരെയുള്ള ഗൂഢാലോചനയാടി നടക്കാൻ പോകുന്നത്. ഹർഷ പറയണ, അവരോടെങ്ങാനും നിങ്ങൾ മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തിയ അനുപമയെ അവളുടെ വീട്ടിൽ ചെന്ന് ഞാനും അപമാനിക്കും. രവി പറയണ, അങ്ങോട്ട് ചെല്ല്, അനുവിൻ്റെ കയ്യിൽ നിന്നും അടുത്ത അടി കൂടി നീ ഇരന്ന് വാങ്ങിക്കേണ്ടി വരും, ഇപ്പോൾ ഒരു തവണ പോയപ്പോൾ അടി കിട്ടിയത് ഓർമ്മയുള്ളതല്ലേ, എന്നെ കണ്ടാലേ അവൾ കൈ വെക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് കേട്ടപ്പോൾ ഹർഷ ഒന്നങ്ങ് പതറിപ്പോവുകയാണ്. എന്നിട്ട് ഇന്ദ്രനും സുശീലയും കൂടി അവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രവി പറയണ, നമസ്കാരം, അനുപമയുടെ വീട്ടിൽ എന്നെ കണ്ടപ്പോൾ നീ എന്താടാ ഇന്ദ്ര പറഞ്ഞത്, അവിടേക്കുള്ള വഴി അങ്ങ് മറന്നേക്ക്, എന്നിട്ട് എന്താ ഇന്ദ്ര ഇവിടേക്കുള്ള വഴി മറക്കാത്തത്? അപ്പോൾ ഇന്ദ്രൻ പറയണ, അതിന് ഞാൻ നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രവി പറയണ, ഇത്രയും കാലമായിട്ടും ഒരു ദിവസമെങ്കിലും നീ ആണിനെ തന്നെ കാണാൻ വേണ്ടി വന്നല്ലോ. പിന്നെ രവി പരിഹാസത്തോടു കൂടി ഇന്ദ്രൻ അങ്ങ് പറഞ്ഞതോടുകൂടി സുശീല വിരല് ചൂണ്ടിയിട്ട് പറയുകയാണ്, എടാ നീ ആണോടാ ആണ്, ഒരുത്തി ഭർത്താവിനെ വിട്ട് നിൽക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണോ ആണ് എന്ന് ചോദിക്കുമ്പോൾ രവി പറയാണ്, അല്ലാതെ പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന വീട്ടിലേക്ക് നുഴഞ്ഞു കയറുന്നതാണോ ആണ്. അങ്ങനെ പറഞ്ഞതോടുകൂടി സുശീലയും ഹർഷയും ഇന്ദ്രനും ഒക്കെ അങ്ങ് പതറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് രവി പറയുകയാണ്, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് മര്യാദകേട് സംസാരിക്കരുത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാണ്. എന്നിട്ട് ഇന്ദ്രനോട് പറയണേ, നിന്നോട് കൂടിയാണ് ഞാൻ പറഞ്ഞത്, നിന്റെ എടാ പോടാ എന്നുള്ള വിളിയൊക്കെ ഉണ്ടല്ലോ, അത് നിന്റെ സ്വന്തം വീട്ടിൽ പോയിട്ട് അങ്ങ് വിളിച്ചാൽ മതി. ഇന്ദ്രൻ രവിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, മര്യാദകേട് നിനക്ക് കാണിക്കാമെങ്കിൽ എനിക്ക് പറയാനും കഴിയും, നീ ഇനി എനിക്കെതിരെ അനുപമയെ ഇളക്കി വിട്ടാൽ എന്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയും. അതൊക്കെ എനിക്കും അറിയാം ഇന്ദ്ര, നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. എന്നിട്ട് രവി ഹർഷയോട് പറയണേ, എടി ഞാൻ നിന്നോട് DNA ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എന്റെ ആണത്തം തെളിയിക്കാൻ കൂടി വേണ്ടിയാണ്. അത് കേട്ടപ്പോ ഇന്ദ്രനും സുശീലയും പതറിങ്ങോട്ട് തലയും താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് കാറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ രവി. എന്നിട്ട് തിരിച്ച് വീണ്ടും സുശീലയുടെയും ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നുള്ളത് എനിക്കറിയാം ഇന്ദ്ര, ഞാനൊരു കാര്യം പറയാം, അനുപമയെ ആരും ഇളക്കി വിടണ്ട, അനുപമ ഒരു കൊടുങ്കാറ്റാണ്, അത് കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് ആഞ്ഞടിച്ചോളും എന്നും പറഞ്ഞ് രവി കാർ എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ സുശീലയും ഇന്ദ്രനും പകച്ചു നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രൻ ഹർഷയെ നോക്കുകയാണ്. അപ്പോൾ ഹർഷ പറയാണ്, അങ്ങനെ പറയുന്നതൊന്നും നിങ്ങൾ അത്രയ്ക്ക് കാര്യമാക്കണ്ട, എന്താണ് പ്രശ്നം, എന്താണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സുശീലയെയും ഇന്ദ്രനെയും ഹർഷ അകത്തേക്ക് കയറ്റിയിരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് അനുപമ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഹർഷ തന്നെ അങ്ങ് പകച്ചു പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തു ചെയ്യും, ഇനിയിപ്പോൾ അവൾക്ക് ആ കട വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ഹർഷ കൂടി പറഞ്ഞപ്പോൾ ഇന്ദ്രനാകെ പേടിച്ച് വേറുങ്ങലിച്ച് നിൽക്കുകയാണ്.